ഹലോ, ഹാപ്പി ആണോ? നമ്മളിപ്പോ ഇന്നലെ നിർത്തി വെച്ചിരുന്ന അടപ്രഥമന്റെ ബാക്കി പണി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എല്ലാം ഒന്ന് ചൂടാക്കും. നമ്മൾ ആദ്യം എടുത്ത വെച്ചിരുന്നെല്ലാം ചൂടാക്കി കഴിയുമ്പോൾ അടയൊക്കെ ശർക്കരയൊക്കെ ഒന്ന് ഉരുകി വരും. നമ്മുടെ പായസത്തിൻ്റെ എല്ലാ സ്റ്റെപ്പൊന്നും ഞാൻ കാണിക്കത്തില്ല. ഞാൻ അടപ്രഥമന്റെ വീഡിയോ നേരത്തെ ഇട്ടിരുന്നുണ്ട്. ഇപ്പോൾ അതാണ്ട് നമ്മൾ ഇതിനകത്ത് രണ്ടാം പാലൊഴിച്ച് മൂന്നാം പാലൊഴിച്ച് എല്ലാം കുറുകി കഴിഞ്ഞപ്പോൾ രണ്ടാം പാലും ഒഴിച്ച് അത് തിളച്ച് കഴിഞ്ഞപ്പോൾ മൂന്നാം പാലൊഴിച്ച് കഴിയുമ്പോൾ ചവ്വരി ഇട്ടു. രണ്ടാം പാലൊഴിച്ച് കഴിഞ്ഞാൽ തിളച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വറുത്തിട്ടു. ഇനി ഇതൊന്ന് കുറുകി കഴിയുമ്പോൾ ഒന്നാം പാലോട് ഒഴിച്ച് ഇനി വാങ്ങും. അപ്പം അതിൻ്റെ ആ പായസത്തിന് പരിപാടി കഴിയും. ഇത് ഉണ്ടാക്കി വെച്ചാൽ അപ്പുറത്തെ പരിപാടി എന്താണെന്ന് നോക്കാൻ ഇല്ലേ. ഇതിൻ്റെ കൂട്ടത്തിൽ പോയി നോക്കിയാൽ ഇതിൻ്റെ ഇടയ്ക്ക് മറന്നു പോകും. അതുകൊണ്ട് അത് വേണ്ട, കയറി ഇറങ്ങി അടക്കാൻ വയ്യ. അതുകൊണ്ട് ഇത് കഴിഞ്ഞ് അപ്പുറത്ത് എന്തെന്ന് നോക്കാം. അപ്പം തന്നെ നമ്മുടെ പായസത്തിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. ഒന്നാം പാലൊഴിച്ച് കട്ട പോലിരിക്കുന്ന കുഴപ്പമില്ല. തേങ്ങാപ്പാലിൻ്റെ പൊടിയായിട്ടാണ് അത് ഇരിക്കുമ്പം അതങ്ങ് കഴിഞ്ഞ് പൊക്കോളൂ. അത് ഇനി നമുക്ക് അതിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് ഏലക്കാപ്പൊടി ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്ക് മധുരം കുറവെന്ന് തോന്നിയ സമയത്ത് ഒരുപടി പഞ്ചസാരയും കൂടെ ചേർത്ത് ഇടാം. മധുരം പരുവത്തിന് വേണ്ടി നല്ലപോലെ ഏലക്കാപ്പൊടി അവനെ കൂടെ കണ്ടില്ല. അവനില്ലേ ഇറക്കി പഠിക്കുന്നത്, അവനെ കാണിക്കണ്ടായിരുന്നു. അയാൾക്ക് നല്ല കണ്ടോ. ഞാൻ ആപ്പാട് ചെയ്തത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ തീ അങ്ങ് അണച്ചു കൊടുക്കാം. ഇനി അപ്പുറത്ത് എന്തൊക്കെ ആയെന്ന് നോക്കിയിട്ട് വരാം. അപ്പുറത്തെ പായസത്തിന്റെ പരിപാടിയെല്ലാം റെഡിയായി. ഇവിടെ എന്തോ ആയി, എനിക്കിനി ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ എന്തോ ഉണ്ടെന്ന് കേട്ടോ. പരിപ്പായിരിക്കും അവസാനം ഇല്ലേ. ഇത് പരിപ്പടുപ്പേ കയറി ബാക്കിയുള്ളത് ഞാൻ എടുത്തില്ല. എന്തൊക്കെ കൂട്ടാനും നോക്കാം. നോക്കേ കേട്ടോ. അവിയല്, പിന്നെന്തുവാ വേണ്ട, തോരൻ, വീഡിയോ എടുക്കാൻ മാത്രമേ ഉള്ളൂ ഞാൻ. മെഴുക്ക് വരട്ടി, പയറ് മെഴുക്ക് വരട്ടി. ഇത് സാമ്പാർ. വിളമ്പുമ്പോൾ നമുക്ക് ബാക്കിയെല്ലാം ഓരോന്നോരോന്നിട്ടാണ്. ഇവിടെ ഉണ്ട് അച്ചാറുകളുടെ കുപ്പിക്കകത്തായി ഇരിപ്പുണ്ട്. ഇന്നലെ ഇട്ട് വെച്ചേക്കുന്നതാണ്. എല്ലായിട്ടുണ്ട്. പുളിശ്ശേരി ഇട്ടിരിപ്പുണ്ട്. പിന്നെ നമുക്ക് വിളമ്പുമ്പോൾ അതെങ്ങനെ വിളമ്പണമെന്നും ഒക്കെയുള്ള കാഴ്ച അന്നേരം കാണാം. ചോറ് അപ്പുറത്ത് അടച്ചു. ചോറ് തന്നെ ഊറ്റി ഇട്ടുണ്ട്. വിളമ്പാൻ നേരത്ത് അത് എടുക്കത്തുള്ളൂ. അതിനുള്ള ഇലയൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി നമുക്ക് ഊണ് സമയം വിളമ്പുന്ന സമയത്താണ്. മനു വിളിക്കണേ വിളമ്പറപ്പം. വിളമ്പതിൻ്റെ ഓർഡറൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം. നമ്മൾ എൻ്റെ വിളമ്പാനുള്ള ഇലയെല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. വേണ്ട 6 പേർക്ക് ഒരു ട്രിപ്പിലിരിക്കാം. പിന്നെ അതുപോലെ വിളമ്പാനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ചോറെടുത്താൽ മതി. ചോറും പരിപ്പ് പപ്പടമൊക്കെ എടുത്തോണ്ടെന്നാൽ മതി. പപ്പടവും കച്ചിയുടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വിളമ്പി തുടങ്ങാം. ഇതല്ലേ വിളമ്പുന്നത്. അപ്പം നമുക്കിനി വിളമ്പി തുടങ്ങാം. പലർക്കും ഇപ്പോൾ വിളമ്പുന്നത് എങ്ങനെയൊന്നും അറിയത്തില്ല. അപ്പോൾ അവർക്ക് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ആദ്യം വിളമ്പുന്നത് ഇലയുടെ നമ്മൾ ഇരിക്കുന്ന ഇല സൈഡിൻ്റെ ഓപ്പോസിറ്റ് വലത്തെ അറ്റം പച്ചടി. ഇവിടെ അടുത്ത് വരേണ്ട കിച്ചടിയാ. പക്ഷെ കിച്ചടി ഞങ്ങളിന്ന് ഉണ്ടാക്കാഞ്ഞുകൊണ്ട് ഇവിടെ അവിയലാണ് വെക്കുന്നത്. അവിയലിനും പച്ചടിയും ഇടയ്ക്ക് കിച്ചടിയാണ് വരേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് അവിയൽ വെക്കുന്നത്. കിച്ചടി ഇല്ലാത്തവർക്ക് അവിയലാണ് ഓർമ്മയിൽ കാണാം. അവിയൽ കഴിഞ്ഞ അപ്പുറം തോരൻ വിളമ്പണം. അടുത്ത് നമ്മൾ വിളമ്പുന്നത് മെഴുക്ക് വരട്ടി. പയറ് മെഴുക്ക് വരട്ടിയുണ്ട്, അതാണ് വിളമ്പുന്നത്. കൂടുതൽ എണ്ണം ഐറ്റംസ് കൂടുതൽ വരുമ്പം വിളമ്പിന് ചെറിയ വ്യത്യാസം വരും. ഇതിന് 2 റോയായിട്ടൊക്കെ വിളമ്പുമ്പോൾ ഇതിപ്പോൾ അതിന് മാത്രമുള്ള ഐറ്റംസ് ഇല്ലാത്തതുകൊണ്ട് ഇത് വിളമ്പെന്ന് കാണിച്ചു തരാം. ഇതിനടുത്തായിട്ട് നമുക്ക് പറഞ്ഞ തൊടുകറികളാണ്. ഇത് ആദ്യം നാരങ്ങ, ഇഞ്ചി, മാങ്ങ. തൊടുകറികൾ ഇലയുടെ ഇടത്തെ അറ്റം. ഞാൻ അപ്പുറത്ത് ചിപ്സ്, അവിടെ ചിപ്സും പിന്നെ ആ ഇരിക്കുന്നതിൻ്റെ ആ ഇടത്തെ അറ്റം തന്നെ താഴത്തെ ഇതില് ചിപ്സ്, ശർക്കര വരട്ടി. പിന്നെ നമ്മൾ ഓണമൊക്കെ ആയിട്ട് ചീനി ഉപ്പേരിയും കളിയടക്കയൊക്കെ ഉണ്ടാക്കിയ സാധനങ്ങൾ അതിനകത്ത് വെക്കുന്നുണ്ട്. ഇനിയും വെക്കുന്ന അവിടെ തന്നെ പപ്പടം.
അവിടെ ഇട്ടൊക്കെ പപ്പടം കാണത്തക്ക പപ്പടം വെച്ചു. ഇനി അതിൻ്റെ സൈഡിൽ ഇപ്പുറത്തായിട്ട് പഴം. ഇതാണ് നമ്മൾ തൊടികറികൾ വിളമ്പുന്ന ഒരു ഓർഡർ. പലർക്കും ഇപ്പം അറിയാൻ പറ്റുന്ന സംഭവമാണ് ഇത്. അവർ ഇപ്പം എല്ലാം ഒരിടത്തേക്ക് പോകാനുള്ള അങ്ങും ഇങ്ങൊക്കെ വിളമ്പൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓർഡർ വിളമ്പുന്നത് ഇങ്ങനെയാണ്. ഞാൻ തിരിച്ച് അപ്പുറത്ത് നേരെ കാണിച്ചതേന്. പച്ചടി ഇവിടെ കിച്ചടി വെക്കേണ്ടതാണ്. കിച്ചടി ഇല്ലാത്തതുകൊണ്ട് അവിയലാക്കി. തോരന്, മെഴുക്കുവരട്ടി, തൊടികറികൾ ഇഞ്ചി, നാരങ്ങ, മാങ്ങ, ഇപ്പുറത്ത് പപ്പടം, പഴം, ഉപ്പേരി, ഇത്രയാണ് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇവിടെയാണ് ചോറ് വിളമ്പേണ്ടത്. ഇനി വിളമ്പുന്ന സമയത്ത് ഓരോ കറിയും വിളമ്പുന്നതിന് ഓർഡറുണ്ട്. അത് ഞങ്ങളുടെ ഓണാട്ടുകാരക്കാരുടെ വിളമ്പിൻ്റെ പ്രത്യേകതയാണ്. നമുക്കത് കാണാം. ആദ്യം പരിപ്പൊഴിച്ച് അതിനകത്ത് ഇച്ചിരി നെയ്യ് ഒഴിക്കണം. പപ്പടം ഇട്ട് വരട്ടി അത്ര നെയ്യ് ഒഴിക്കുന്നത്. പപ്പടം ഇട്ട് കുഴച്ച് ചോറുണ്ണണം. ഞങ്ങൾ അങ്ങനെ ഉണ്ണാൻ തന്നിട്ടുണ്ട്. പരിപ്പ് ഒഴിച്ച് ഊണ് കഴിഞ്ഞാൽ അടുത്തത് സാമ്പാർ. അതൊഴിച്ചാൽ ഉണ്ണുന്നത്. സാമ്പാർ ഊണ് കഴിഞ്ഞാൽ അടുത്തത് പ്രഥമൻ. അടപ്രഥമൻ അന്നത്തെ കണ്ടാണല്ലോ. അപ്പം അത് കൂട്ടി ഇച്ചിരി പഴം മുട്ട കൊണ്ട് നേരിടി അത് കഴിക്കും. ഇതിൻ്റെ മധുരം ബാലൻസ് ചെയ്യാൻ ഇച്ചിരി പുളിശ്ശേരിയും കൂട്ടി ചോറ്. മതി. ഇത് കണ്ട ആർക്കും കൊടുക്കാത്തൊരു ഐറ്റം, ആർക്കും തരാത്തൊരു ഐറ്റം ഊണിനിടയ്ക്ക് എനിക്കുണ്ട്. അത് ആർക്കും തരത്തില്ല. അത് ഞാൻ കഴിക്കാൻ പോവാം. ഇനി മോര് കുറച്ച് ഇച്ചിരി മോരൊഴിക്കടാ. ഇച്ചിരി മൊഴി എന്നിട്ട് ഇത് അരിച്ചു മതി. പായസം കഴിക്കുന്നതിൻ്റെ ആ മധുരത്തിൻ്റെ കേട് മാറ്റാൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോരും പുളിശ്ശേരിയൊക്കെ കഴിക്കുന്ന കൂട്ടത്തിൽ അച്ചാറും കൂടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ആ എരി അച്ചാറിൻ്റെ എരിയും വരുമ്പോഴാണ് അതിൻ്റെ ബാലൻസ് ചെയ്ത് വരുന്നത്. എല്ലാവരും ഊണ് കഴിയാറായി. ഞാൻ എൻ്റെ മാത്രം കാണിച്ചതേ ഉള്ളൂ. ഞാൻ കഴിച്ച ഇലയാണ്. സാധാരണ ഇത് ക്ലീൻ ആയിട്ടിരിക്കും. ഇന്ന് എനിക്ക് ഇത്ര ഫുഡൊന്നും കഴിക്കാൻ ഒക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇത്രയും ചോറ് മിച്ചം വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇലയൊക്കെ നല്ല ക്ലീൻ ആയിരിക്കും. വേണോ? അതെ. അല്ല, ഇത്രയും പേര് ഞങ്ങൾ ഇപ്പോൾ ഈ പന്തിയിൽ നിന്നുള്ളവരാണ്. ബാക്കിയുള്ളതെല്ലാം കഴിഞ്ഞ പന്തിയിൽ ഞാൻ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതെനിക്ക് വിളമ്പി കഴിഞ്ഞ എല്ലാവരും ഊണ് കഴിഞ്ഞപ്പോഴേക്കും പറയാനൊത്തുള്ളൂ. ഞാൻ ഇച്ചിരി തിരക്കിലായിപ്പോയി ഇടയ്ക്ക്. അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് വരുന്ന താമസമുണ്ട്. അതുകൊണ്ടാണ് അത് കിട്ടാതെ പോയത്. ഇനി വന്നപ്പോഴത്തേക്ക് ഊണെല്ലാം കഴിഞ്ഞായിരുന്നു. ബാക്കിയുള്ളതാണ് ഈ എടുത്തേക്കുന്നത്. നമ്മുടെ ഓണത്തിൻ്റെ സദ്യയും കഴിഞ്ഞു. ഓണം കഴിഞ്ഞെന്ന് പറയല്ലേ മനുവേ? ഇപ്പൊ ഇപ്രാവശ്യത്തെ ഓണം കഴിഞ്ഞെന്ന് പറയാം. ഓണം കഴിഞ്ഞു എന്ന് പറയാം. ഓണത്തിന്റെ സദ്യയോടുകൂടെ ഓണം കഴിയും. പിന്നെ വീട്ടുകാരെല്ലാം കൂടെ ഒത്തുകൂടുന്ന പരിപാടികളൊക്കെ പിന്നെ ഉണ്ട്. അത് അടുത്ത ദിവസം. അതെ, എല്ലാവരോടും തുറന്ന് പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഉത്രട്ടാതി കഴിയുമ്പോൾ ശരിക്കും ഓണം കഴിയുന്നു. പക്ഷെ നമ്മളൊക്കെ വീട്ടിലൊക്കെ ഉച്ചക്കത്തെ ഊണ് കഴിയുമ്പോൾ ഓണം കഴിയും. ഇനിയും ബാക്കി പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം വീട്ടുകാരെല്ലാം കൂടെ ഓരോ എല്ലാവരും കൂടുന്ന പരിപാടികൾ, പലയിടത്തായിട്ട് കൂടുന്ന പരിപാടികളാണ്. തൽക്കാലം നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം.